ഇതുണ്ടോ, ഇഷ്ടംപോലെ ഗപ്പി കുഞ്ഞുങ്ങളെ വിരിച്ചിറങ്ങിയതാണ്. ഇതിനൊക്കെ ഏകദേശം ഒരു 2 ആഴ്ചത്തെ പ്രായം ഉണ്ടാവും തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്ന് നോക്കിയപ്പം വളരെ കുഞ്ഞ് മീൻ കുഞ്ഞുങ്ങളായിരുന്നു. എല്ലാവരും വലുതായിട്ടുണ്ട് അത്യാവശ്യം. ഒരു 10-100 ഉണ്ടാവും. ഇവിടെയൊക്കെ ഉണ്ട്. ഇതിൽ കുറേ ഒന്നും മുകളിലേക്ക് വന്നിട്ടില്ല. ഇപ്പം എന്നെ കണ്ടപ്പോൾ കുറേ എല്ലാം താഴെ പോയി. ഇതിനും അധികമുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഒരു 100 ഉണ്ടാവും. ഇപ്പോൾ ഈ പുറത്ത് തന്നെ നോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ കാണാൻ പറ്റും. ഇതിനകത്ത് 2 ഗപ്പി, 2 വൈറ്റ് മോളി, 2 ബ്ലാക്ക് മോളി, അങ്ങനെ മൊത്തം 4 ഗപ്പി, അതായത് 2 ജോഡി ഗപ്പി, 1 ജോഡി വൈറ്റ് മോളി, 1 ജോഡി ബ്ലാക്ക് മോളി, അങ്ങനെ മൊത്തം 8 വലിയ മീനുകളെ കൊണ്ടിട്ടതാണ്. വലിയ മീനുകളൊന്നും കാണുന്നില്ല, അത് ഇതിനകത്ത് അടിയിലായിരിക്കും. ഒരു കറുപ്പ് ബ്ലാക്ക് മോളി മാത്രം ഇതിൽ നിന്ന് ചാടിപ്പോയിട്ട് താഴെ വീണ് ചത്തുപോയെന്ന് പറയുന്നുണ്ടായി ഉപ്പ. ഇഷ്ടം പോലെ മീൻ കുഞ്ഞുങ്ങളുണ്ട്. ഇതൊരു കുഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, തുടക്കമാണ്. ഇതുണ്ടോ, അവിടെ എല്ലാം ചെടികൾ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ചെടികളൊക്കെ മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്, വാങ്ങിക്കാൻ പറ്റുന്നതെല്ലാം വാങ്ങിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് കുറേയൊക്കെ വാങ്ങിച്ചതാണ്. പകുതിയിലേറെ വാങ്ങിച്ചതും പകുതിയിലേറെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൻ്റെ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തതുമാണ്. ഇത് നമ്മൾ തൃശ്ശൂർ പുത്തൂരുള്ള ഒരു ബൊഗൈൻ വില്ല ഫാമിൽ നിന്നും പോയി മേടിച്ചിട്ടുള്ളവയാണ്. നമ്മൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ പുറകിൽ അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ടില്ല. കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വൈഫ് ഹൗസാണ്. വൈഫ് ഹൗസിൽ അപ്പോൾ അവിടെ സെറ്റ് ചെയ്ത് കണ്ടപ്പം ഇവിടുത്തെ മാക്കും ഒരാഗ്രഹം, അങ്ങനെയാണ് ഈ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്യുന്നു, വാങ്ങിക്കുന്നു. മണ്ണൂത്തിയിൽ പോകുമ്പോഴൊക്കെ ചട്ടിയും അതൊക്കെ ആയിട്ട് മേടിക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ആഴ്ച വെച്ചിട്ട് പോയതാണ്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച, ആക്ച്വലി ഒരു 10 ദിവസം മാക്സിമം. 10 ദിവസമായിട്ട് ഞാൻ പാക്കറ്റിൽ നിന്നും എല്ലാത്തിനും തിരിച്ച് ചട്ടിയിലേക്ക് വെച്ചിട്ട് പോയതാണ്. ഇത് ഞങ്ങൾ ഊട്ടിയിൽ നിന്നും കൊണ്ടുവന്ന കുറച്ച് ചെടികളുണ്ട്. ഇത് ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ ബ്രിട്ടീഷ് ഐവിയോ അങ്ങനെ എന്തോ പറയും, ഇത് ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ എന്താ പറയുക, ചെടിയുടെ പേര് ഞാൻ മറന്നുപോയി. ഇതെല്ലാം ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതെല്ലാം ഞാൻ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആ ഫ്ലവർ ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നത്. അതായത് ഇവിടെ ഓൾമോസ്റ്റ് ഉള്ളതെല്ലാം ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നതും. പിന്നെ ആ 2 മുള ഇത് മണ്ണൂത്തിൽ നിന്ന് മേടിച്ചതൊക്കെയാണ്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ ചെടിയുടെ പേര് എനിക്കറിയില്ല. അവിടെ ഒരു ദിവസം എന്ത് പറ്റിയെന്ന് കഴിഞ്ഞാൽ എലി കരണ്ട്, പിന്നെ ഫുള്ള് മൊട്ടയാക്കി എലി കരണ്ട്, ചെടിയും എല്ലാം. അവസാനം അതെല്ലാം കത്രി കൊണ്ട് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് ഒരു ഇല പോലും ഇല്ലാതാക്കിയതാണ്. അത് പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന് കിളിർത്ത് പൂവൊക്കെ വന്ന്. അതിൽ ഈ 4 റോസ്, ഇത് റോസ് എന്ന് പറഞ്ഞാൽ റോസ് പോലത്തെ എക്സാക്ട് റോസ് അല്ല. അതിൻ്റെ ഇല കണ്ടാൽ നിങ്ങൾക്ക് അറിയാം വ്യത്യാസമുണ്ട്. പക്ഷെ 1, 2, 3, 4 ഈ 4 റോസ് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചതാണ്. ആ എലി തിന്നു എന്ന് പറഞ്ഞാൽ 3 ചെടികളിൽ ഒരു ചെടിയാണിത്. ഓക്കെ, ഇതെല്ലാം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതായത് ഈ 4 റോസും ആ 3 മൊത്തം 7 ചെടികൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ബാക്കിയെല്ലാം ഇവിടെ നിന്ന് വാങ്ങിച്ചതും കളക്ട് ചെയ്തതൊക്കെ ആയിട്ടുള്ള ചെടികളാണ്. ഇതെല്ലാം ഞാൻ റീപോർട്ട് ചെയ്തിട്ട് പോയതാണ് കഴിഞ്ഞ ആഴ്ച. ഇതൊക്കെ റീപോർട്ട് ചെയ്തതാണ്. ഇത് ചെടികളൊക്കെ ആയിട്ട് വേണം, ഇതൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല, ചുമ്മാ ഇങ്ങനെ റഫായിട്ട് അങ്ങനെ വെച്ചിരിക്കുക. ഇതെല്ലാം ഒന്ന് ഇന്നലെ രാത്രി വെച്ച കുറച്ച് ചെടികളാണ്. ഇത് ഇന്നലെ തൃശ്ശൂർ പോയി വന്നപ്പം ഫാമിലിയുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്നലെ രാത്രി 11 മണിക്ക് വെച്ചാണ്. ഇതിലൊരു 8-10 ചട്ടികൾ. ഒരു സ്റ്റാർട്ടിങ് തുടക്കമാണിത്. നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ അല്ല, ഇങ്ങനെ മതിലോട് ചേർന്ന് ഫുള്ള് ചെടികൾ നിറയ്ക്കാനുള്ള പ്ലാനിലാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊന്നും ഇവിടുത്തെ പ്ലാൻ എന്താണെന്നറിയില്ല. എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഫുള്ള് ചെടികൾ വെച്ച് നിറയ്ക്കാനുള്ളതാണ്.